ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് മാസത്തെ പി എസ് സി ബുള്ളറ്റിലെ ആദ്യ ഭാഗത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. അടുത്ത AI ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയാകും. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസിലാണ്. അടുത്ത AI ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഇന്ത്യയാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് 1,50,000 രൂപയുടേതാണ് പുരസ്കാരം. 1,50,000 രൂപയുടേതാണ് പുരസ്കാരം. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഇത്, നിശാഗന്ധി പുരസ്കാരം. അത് ലഭിച്ചതാർക്കാണ്? പ്രശസ്ത കഥക് കലാകാരനായിട്ടുള്ള പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ് ലഭിച്ചിട്ടുള്ളത്. സമ്മാന തുക എത്രയാണ്? 1,50,000 രൂപയാണ്. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രിഡ്സ്കെ. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി മാറിയതാരാണ്? ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രിഡ്സ്കെയാണ്. ദക്ഷിണാഫ്രിക്കക്കാരനായിട്ടുള്ള മാത്യു ബ്രിഡ്സ്കെയാണ്. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ K. ജയകുമാറിന്. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ K. ജയകുമാറിനാണ് ലഭിച്ചത്. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്ര സഭ. ഏതാണ്? 2024 YR4 എന്ന ചിഹ്നഗ്രഹമാണ് 2032 ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നു. മധ്യപ്രദേശിലെ രേവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? മധ്യപ്രദേശിലെ രേവയിലാണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി. ഫോർട്ട് വില്യം എന്നായിരുന്നു പഴയ പേര്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പുതിയ പേരെന്താണ്? വിജയ് ദുർഗാണ്. വിജയ് ദുർഗ്. പഴയ പേരെന്തായിരുന്നു? ഫോർട്ട് വില്യം എന്നാണ്. ഫോർട്ട് വില്യം എന്ന പേര് മാറ്റി വിജയ് ദുർഗ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് എന്താണ്? വിജയ് ദുർഗ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഇത്, ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ എന്ന് പറയുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, IPCA. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇത്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, IPCA. 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി. 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി. കേരളത്തിന് 14ാം സ്ഥാനം. ഉത്തരാഖണ്ഡായിരുന്നു വേദി. അതായത് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡാണ്. വിജയിച്ചതാരാണ്? സർവീസസ് ആണ്. കേരളത്തിന് 14ാം സ്ഥാനമാണ്. 14ാം സ്ഥാനം. തദ്ദേശ പുരസ്കാരങ്ങൾ. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലമാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്താണ് മികച്ച ജില്ലാ പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം ജില്ല. അതായത് വെളിയന്നൂർ, കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ഗുരുവായൂരാണ്. ഇപ്പം തന്നെ പഠിച്ചു പോവാം. മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ കൊല്ലമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ്. മികച്ച കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ഗുരുവായൂരാണ്. ഓക്കെ, ക്ലിയർ. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. കലാനിധി അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PV ചന്ദ്രനാണ് ലഭിച്ചത്.
ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായതാരാണ്? പങ്കജ് അദ്വാനിയാണ് ജേതാവ്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. പൂർണ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്രയ്ക്കാണ്. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്കാണ് ലഭിച്ചത്. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനുകുമാരിക്കാണ്. കളക്ടറായിട്ടുള്ള അനുകുമാരിക്കാണ് ലഭിച്ചത്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ നാരായണനാണ് ലഭിച്ചത്. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരനാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? സാഹിത്യ നിരൂപകനായിട്ടുള്ള KP ശങ്കരനാണ് ലഭിച്ചത്. ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ഓർത്ത് വെക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി ലഭിച്ചത് ആർക്കാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് 96-ാം സ്ഥാനം. 1-ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? ഡെൻമാർക്കിനാണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 96 ആണ്. 96-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് കൊച്ചിയിൽ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗാനറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏതാണെന്ന് ചോദിച്ചാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗാനറ്റ്സ് ആണ്. ഗാനറ്റ്സ്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്ക്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ഇട്ടതാരാണ്? ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുത്ത ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി. 158 ക്യാച്ചുകളാണ്. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കോഹ്ലിയാണ്. അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡും കോഹ്ലിയാണ് സ്വന്തമാക്കിയത്. സമുദ്രത്തിലെ അടിത്തട്ടിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ഓർത്തുവെക്കാൻ എളുപ്പമാണ് സമുദ്രയാൻ. ചന്ദ്രയാനൊക്കെ അതേ പാറ്റേൺ തന്നെയാണ് പേര്, സമുദ്രയാൻ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. N. രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക്. N. രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷബാന ആസ്മിക്കാണ്. ഷബാന ആസ്മി. ബാർട്ട് ഡേ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റുന്നതാണ് ബാർട്ട് ഡേ വേവറാണ്. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡൽഹിയുടെ 4ാം വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അവർ. അതായത് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ അധികാരമേറ്റതാണ് രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.